ഐ കെയർ. ഒരു 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം കാലത്ത് റിസർച്ച് കൊണ്ട് എക്സ്ക്ലൂസീവായിട്ട് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. എന്തുകൊണ്ട് വിമൻസ് ഹെൽത്ത്? കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഏറ്റവും ആദ്യം ഉണരുന്നതും ഏറ്റവും അവസാനം ഉറങ്ങുന്നതും ആ വീട്ടിലെ സ്ത്രീ ആയിരിക്കും. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാലയളവ് മുഴുവനും ആ കുടുംബത്തിലുള്ള ആളുകളുടെ സന്തോഷത്തിനും അവരുടെ കംഫർട്ടിനും വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളാണ്. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും ഒരാളോടും പരാതി പറയാതെ അങ്ങനെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളാണ് വീട്ടിലെ സ്ത്രീകൾ. അമ്മയാവാം, ഭാര്യയാവാം, സഹോദരിയാവാം. റൈറ്റ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യത കൂടുതലുള്ളതും അല്ലെങ്കിൽ വരുന്നതും സ്ത്രീകൾക്കാണ്. അത് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഡിപ്രഷനോ ആങ്സൈറ്റിയോ പോലുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആയിക്കോട്ടെ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള സന്ധി റിലേറ്റഡ് പ്രോബ്ലംസ് ആയിക്കോട്ടെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അത്തരം ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് എടുത്തു കഴിഞ്ഞാലും പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്കാണ് വരാനുള്ള സാധ്യത കൂടുതൽ. സോ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കിഡ്നി ലിവർ പോലെയാണെന്നാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നിയും ലിവറും അവയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. ഓൾമോസ്റ്റ് ഒരു 60 to 75% ഡാമേജ് വന്നാലേ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. ഇതുപോലെയാണ് വീട്ടിലെ സ്ത്രീകൾ. എന്തെങ്കിലും ചെറിയ ശാരീരിക അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഒന്നും പറയില്ല. ഒട്ടും സഹിക്കാൻ പറ്റാതെ അതിന്റെ എക്സ്ട്രീം കണ്ടീഷനിലേക്ക് വന്നു കഴിയുമ്പോഴാണ് വീട്ടിലുള്ള ആളുകളോട് പറയുക. റൈറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കുക മൈ ഡിയർ ഫ്രണ്ട്സ്, വീട്ടിലുള്ള നമ്മളുടെ ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ ഉമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, സഹോദരി ആയിക്കോട്ടെ, ആ ഒരു കഥാപാത്രം ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ബുദ്ധിമുട്ട് വന്നിട്ട് കിടപ്പിലായി പോയാൽ ആ വീടിന്റെ അവസ്ഥ എന്താണ്? ഒരാൾക്ക് പോലും ആ റോള് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് സ്ത്രീകളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് അവർക്ക്, സ്ട്രെസ്, PCOD, ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഒബേസിറ്റി, ഡയബറ്റീസ്, BP തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് സ്ത്രീകൾക്ക് വരും. പ്രത്യേകിച്ച് ഒരു 30-35 വയസ്സാകുമ്പോഴേക്കും ആണ് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് കൂടുക. ഹോർമോണൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, ജോയിന്റ് പെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ആയിക്കോട്ടെ, സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഇതൊക്കെ വളരെയധികം കൂടുതൽ സ്ത്രീകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഐ കെയർ എന്ന് പറയുന്ന ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ റെലവൻസ്. ഇൻകുമിൻ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹീറോ ഇൻഗ്രീഡിയന്റ്, 4 ഹെർബൽ എക്സ്ട്രാക്ട്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ്. മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന കുർക്കുമിൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയന്റ് ആണ് കുർക്കുമിൻ. അതുപോലെ തന്നെ കുന്തിരിക്കം ആന്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ജോയിന്റ്സിലൊക്കെ ഉണ്ടാകുന്ന വേദന അതിനെയൊക്കെ വളരെയധികം റെഡ്യൂസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കുന്തിരിക്കം എടുക്കുന്നത്. മലേറിയൻ റൂട്ട്സിൽ നിന്ന് എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് അത് സ്ലീപ്പ് ഡിസോർഡറിനെയും ആങ്സൈറ്റിയും നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ശതാവരി, അസ്പരാഗസ് ഹോർമോൺ ഇംബാലൻസിനെ, മെൻസ്ട്രേഷൻ ആ സമയത്ത് ഉണ്ടാകുന്ന ഇംബാലൻസിനെയൊക്കെ, അബ്നോർമാലിറ്റികളെയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതാണ് ഈ 4 ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇൻക്യുമിൻ ഫ്യൂഷൻ എന്ന പറയുന്ന പേരിൽ നമ്മുടെ ഹീറോ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. അതോടൊപ്പം 9 അഡീഷണൽ ആയുർവേദ ഇൻഗ്രീഡിയൻസ് കൂടെ, നാച്ചുറൽ സോഴ്സസ് കൂടെ ഇതിനകത്തുണ്ട്. ഒന്ന് സാഫ്രോൺ, ഓഫ് കോഴ്സ് ഫോർ സ്കിൻ ഹെൽത്ത്. ദെൻ സോർസോപ്പ് അല്ലെങ്കിൽ മുള്ളാത്ത, അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് അതിനകത്തുണ്ട്. ഹാർട്ട് ഹെൽത്തിനും ഒക്കെ വളരെ, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. പീച്ച് പഴം, അത് ഒന്ന് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണെന്ന് മാത്രമല്ല കൊളസ്ട്രോളിനെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ പ്രോഡക്റ്റ് അതിന്റെ ഫ്ലേവർ വരുന്നത് പീച്ചാണ്. അടുത്ത എള്ള്, അത് ഫൈബർ റിച്ച് ആണ്, മെഗ്നീഷ്യം, പ്രോട്ടീനും ഒക്കെ വളരെ റിച്ച് ആയിട്ടുള്ള സോഴ്സ് ആണ്. LDL കൊളസ്ട്രോളിനെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട്, ട്രൈഗ്ലിസറൈഡ് ലെവല് കൂടാതെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ദെൻ വൈറ്റസ് നെഗുണ്ടോ, കരിനുച്ചി എന്ന് പറഞ്ഞ ആയുർവേദ ഇൻഗ്രീഡിയന്റ്, അത് ശരിക്കും പറഞ്ഞാൽ ഈ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൈസസ്, ചങ്ങലം പരണ്ട എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് തന്നെ ബോൺ സെറ്റർ എന്നാണ്. സോ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ബോൺ ഹെൽത്ത്. സെന്റില ഏഷ്യാറ്റിക്ക അഥവാ മുത്തിൽ എന്ന് പറയുന്ന ഔഷധ സസ്യം, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ന്യൂറോ സിസ്റ്റം, നെർവസ് സിസ്റ്റത്തിനെയൊക്കെ നന്നായിട്ട് എംപവർ ചെയ്യുന്നുണ്ടാവും. മെമ്മറി പവർ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. നെല്ലിക്ക, ആംല, ഒരു സംശയമില്ല ആന്റി ഓക്സിഡന്റ് പവർ ഹൗസ് എന്നാണ് നെല്ലിക്ക അറിയപ്പെടുന്നത് തന്നെ.
സോ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്, അത് അതിന്റെ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റും ശരീരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ അലോവേറ, കറ്റാർ വാഴ, ഇറ്റ്സ് ഗട്ട് ഹീലിംഗിന്റെ പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഡൈജഷനെ വളരെയധികം നന്നായിട്ട് സൂത്ത് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അലോവേറയിൽ നിന്ന് എടുക്കുന്നത്. സോ പെർഫെക്റ്റ് ആയിട്ട് ഒരു കോമ്പോസിഷൻ ആണ് ഐ കെയറിലുള്ളത്. റൈറ്റ്. സോ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ സ്ട്രെസ്സിനെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനും ബോൺ മാസ് കൂട്ടാനും അതുപോലെ മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. സോ ബെനിഫിറ്റുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഹോർമോണൽ വെൽനസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് PCOD പോലെയുള്ള പ്രശ്നങ്ങൾ അതിനെ പ്രിവെന്റ് ചെയ്യാനും ആ സമയത്തുണ്ടാകുന്ന പെയിൻ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് വളരെയധികം റെഡ്യൂസ് ചെയ്യാനും സഹായിക്കണം. അതുപോലെ പോസ്റ്റ് മെനോപോസൽ ഡിസോർഡർ, മെനോപോസ് ആയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അതിനുശേഷം ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡിസോർഡറുകളെയും പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ദെൻ മെൻസ്ട്രേഷൻ പീരീഡിൽ ഉണ്ടാകുന്ന പെയിൻ അത് റിലീവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഓസ്റ്റിയോ വെൽനസിലേക്ക് പോരുകയാണെന്നുണ്ടെങ്കിൽ, എല്ല് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് ഓസ്റ്റിയോപൊറോസിസ്. പ്രത്യേകിച്ച് ആഫ്റ്റർ മെനോപോസ് ആയി കഴിഞ്ഞാൽ, ആർത്തവിരാമം സംഭവിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഓസ്റ്റിയോപൊറോസിസ്, എല്ല് പൊള്ളയായി പോകുന്ന അവസ്ഥ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മെനോപോസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർത്തവിരാമം സംഭവിച്ചു കഴിഞ്ഞാൽ ഈസ്ട്രോജൻ ലെവല് ശരീരത്തിൽ വല്ലാതെ കുറയും, സ്ത്രീ ഹോർമോണിന്റെ അളവ് വല്ലാതെ കുറയും. സ്വാഭാവികമായിട്ടും ഈ ഈസ്ട്രോജൻ ലെവൽ കുറയുന്ന സമയത്ത് എല്ലുകളിൽ നിന്നും കാൽഷ്യം വല്ലാതെ റിലീസ് ആവും. സോ കാൽഷ്യം വല്ലാതെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അത് ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള എല്ല് പൊള്ളയായി പോകുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യും. സോ അത്തരം അവസ്ഥകളൊന്നും വരാതെ പ്രിവെന്റ് ചെയ്യാൻ ഐ കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ടാവും. ദെൻ ബോൺ മിനറൽ ഡെൻസിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും. ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പെയിനുകൾ, വേദനകളെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. കോസ്മെറ്റിക് വെൽനസ് ഓവറോൾ പറയുകയാണെങ്കിൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്, സ്കിൻ ഹെൽത്ത് എന്ന് പറയുന്നത്. സോ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഐ കെയറിലുണ്ട്. സോ നല്ല രീതിയിലുള്ള ഒരു സ്കിൻ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഐ കെയർ സഹായിക്കുന്നുണ്ടാവും. സൈക്കോളജിക്കൽ വെൽനസ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവർക്ക് മൂഡ് സ്വിംഗ് വരും, സ്ട്രെസ് പെട്ടെന്ന് കൂടും, ആങ്സൈറ്റി ഒക്കെ വളരെ പെട്ടെന്ന് സ്ത്രീകൾക്കാണ് കൂടുതൽ വരിക, ഡിപ്രഷൻ അതുപോലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുണ്ടാവും. അതിനെയൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ, ആ മൂഡ് സ്വിംഗ് ഒന്നും വരാതെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. റൈറ്റ്. ദെൻ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ അലർജി കണ്ടീഷൻസ്, ഇടയ്ക്കിടയ്ക്ക് ഈ തരത്തിലുള്ള പല അസുഖങ്ങൾ വരിക, അത്തരം പ്രശ്നങ്ങളൊന്നും വരാതെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അനീമിക് ആണ്, അവരുടെ ശരീരത്തിൽ ബ്ലഡ് അയൺ കണ്ടന്റും ഒക്കെ വളരെ കുറവാണ്. സോ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുൾ ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ലിവർ നന്നായിട്ട് ഡീടോക്സിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. ഡൈജഷനെ അടക്കമുള്ള മെറ്റബോളിക് ഫംഗ്ഷൻസിനെ നന്നായിട്ട് കറക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. നന്നായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് അതിൽ വരുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള കണ്ടീഷൻ, അസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ റെഡ്യൂസ് ചെയ്ത് നല്ലൊരു ഗട്ട് ഫീലിംഗ്, ഡൈജസ്റ്റീവ് പാർട്ടിലുണ്ടാകുന്ന നല്ലൊരു ഗുഡ് ഫീലിംഗ് തരാനായിട്ട് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് സ്ത്രീകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ചുരുക്കി പറഞ്ഞാൽ, സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വെൽബീയിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാവോ? യെസ്, ഓഫ് കോഴ്സ്. ഏജ് ലിമിറ്റ് ഉണ്ടോ? ഡെഫിനറ്റ്ലി. 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ആ ഒരു പ്രായം മുതൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത്. ദെൻ എത്ര കാലം ഉപയോഗിക്കണം? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. എപ്പോഴാണത് ഉപയോഗിക്കേണ്ടത്? ഐപൾസിന്റെ ഉപയോഗക്രമം പറഞ്ഞതുപോലെ തന്നെ പ്രിഫറബിളി ബിഫോർ ഫുഡ്, ഭക്ഷണത്തിന്റെ ഒരു അരമണിക്കൂർ മുൻപ് എന്ന രീതിയിൽ ആണ് നമ്മൾ കൂടുതലായിട്ട് ഐ കെയർ ഉപയോഗിക്കേണ്ടത്. വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാവോ? തീർച്ചയായിട്ടും ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാം. 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, 30 മില്ലി ഐ കെയർ എടുക്കുന്ന സമയത്ത് 30 മില്ലി വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. 2, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഐ കെയറിന്റെ ക്വാളിറ്റി കുറയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. പ്രഗ്നൻസി അതുപോലെ ലാക്ടേഷൻ പീരീഡിൽ ഉപയോഗിക്കാമോ? അത് നിങ്ങളുടെ ഫിസിഷ്യനുമായിട്ട് ചോദിച്ച ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. സോ 30 മില്ലി രാവിലെ, 30 മില്ലി രാത്രി, ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുമ്പ് എന്ന രീതിയിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഐ കെയർ ഉപയോഗിക്കാൻ സാധിക്കും.